ഗോ. വെൽക്കം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ചെറുപയർ ദോശയാണ്. നമ്മൾ സാധാരണ അരി ഉഴുന്ന് ചേർത്താണ് ദോശ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദോശയാണ് ചെറുപയർ ദോശ. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുപയർ, അതിൻ്റെ കൂട്ടിന് യോജിക്കാൻ പച്ചരി, പിന്നെ ഇത് ഇഞ്ചിയും പച്ചമുളകും, സബോള ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, ഒരു ശകലം നെയ്യ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുപയർ ദോശ എന്ന് പറയുമ്പം ചെറുപയർ 3 കപ്പിന് 1 കപ്പാണ്. 3 കപ്പിന് 1 കപ്പ് അരിയാണ് നമ്മൾ ചേർക്കേണ്ടത്. രാത്രിയിൽ നനച്ച് കിടക്കാൻ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. 3 കപ്പ് ചെറുപയറിന് 1 കപ്പ് പച്ചരി നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി മതി. അത് 3 കപ്പ് ചെറുപയർ 1 കപ്പ് പച്ചരി. രാത്രി കിടക്കാൻ നേരം അത് വെള്ളത്തിൽ നനച്ച് വെക്കുക. രാവിലെ എഴുന്നേറ്റ് മിക്സിയിൽ ആട്ടുന്ന കൂട്ടത്തിൽ പച്ചമുളകും ഇഞ്ചി നന്നായിട്ട് ചേർക്കുന്ന അനുസരിച്ച് ടേസ്റ്റാണ്. പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി എരിവായാലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇഞ്ചി എത്ര ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇഞ്ചി പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, വെള്ളം കൂടിപ്പോകാൻ നമ്മൾ നോക്കണം. സാധാരണ നമ്മുടെ ദോശ ഉണ്ടാക്കുമ്പോൾ ചേരുന്ന അതേ ലെവൽ മാത്രം മതി, അധികം വെള്ളം കൂടരുത്, കുറയരുത്. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി ഇടാൻ മറക്കരുത്. 3 ഗ്ലാസ് ചെറുപയറിന് 1 ഗ്ലാസ് പച്ചരി തന്നെ ചേർത്തിരിക്കണം. ഇനി ഞാൻ അതുപോലെ ഉണ്ടാക്കിയ ഒരു മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും പിന്നെ ചെറുപയറും പച്ചരിയും കൂടെ ചേർത്ത് അരച്ചതാണ്. നന്നായിട്ട് അരച്ചിവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ലെവലിൽ തന്നെ ആയിരിക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ സബോള ഇടാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇതിലേക്ക് ചേർക്കാം. ലേശം ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർക്കാവുന്നതാണ്. താല്പര്യം ഇലകൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കറിവേപ്പില, മല്ലിയില. പക്ഷേ അത് ചേർത്താൽ ഒരു രുചിയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. മല്ലിയില, കറിവേപ്പിലയൊക്കെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ ദോശയുടെ പരുവത്തിൽ തന്നെ നീണ്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി സ്റ്റൗ ഓണാക്കി പാൻ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. സബോള ഒരു പകുതി മുറിച്ചത് കൊണ്ട് നമ്മൾ പാൻ നന്നായി തുടച്ചാൽ കടിച്ചു പിടിക്കത്തില്ല. പാൻ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയ്ക്കുള്ളത് ഒഴിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നല്ല കനം കുറച്ച് പരത്തണം. നല്ല കനം കുറച്ച് പരത്തണം. അതിലേക്ക് നമുക്കൊരു ശകലം നെയ്യ് തൂങ്ങിക്കൊടുക്കാം. ഒരു ടേസ്റ്റിനാണ് നെയ്യ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. ഇനി അതിൽ നന്നായിട്ടിരുന്ന ഒത്തിരി വേകാനൊന്നുമില്ല. സാധാരണ നമ്മുടെ ദോശ പോലെ തന്നെ ചേർത്താലോ മതി, ഒത്തിരി വേകാനൊന്നുമില്ല. ഇപ്പം നല്ല ചൂട് പിടിച്ച് വരുന്നുണ്ട്, ആവി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാകും അടിവശം. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ ആയ ശേഷം എടുക്കാം. നമുക്കിത് സാമ്പാറിൻ്റെ കൂടെ, ഈ തേങ്ങാ ചട്നി, ഇഞ്ചി ചട്നി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാവുന്നതാണ്. സാധാരണ നമ്മൾ ദോശയ്ക്ക് തേങ്ങാ ചമ്മന്തി, സാമ്പാറൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അത് തന്നെ മതി ഇതിന്. കറിയും പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കാം തിരിച്ചിടാറായോ എന്ന്. നന്നായിട്ട് തിരിച്ചിടാറായി വരുന്നുണ്ട്. ഇപ്പം നല്ല ബ്രൗൺ കളറും വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നെയ്യുടെ മണം, ചെറുപയറിൻ്റെ സബോളയുടെയൊക്കെ ഒരു നല്ല മണമുണ്ട്. ചെറുപയർ ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ സാധനമാണ്. കാണാനും നല്ല ആവശ്യത്തിന് ടേസ്റ്റുണ്ട്. അതിന് വേറൊരു അരുചിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മുടെ ദോശ പോലെ തന്നെ ടേസ്റ്റാണ്. പക്ഷെ ചൂടോടെ ഇത് ഉപയോഗിക്കണം.
നല്ലൊരു കുട്ടികൾക്ക് രാവിലെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. രാത്രിയിൽ ഈവനിങ് ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ദോശ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് സാമ്പാറിൻ്റെ കൂടെയും, ഞാനിവിടെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സാമ്പാറിൻ്റെ കൂടെയും തേങ്ങാ ചട്നിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടില്ല. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഒരു പക്ഷേ ദോശയ്ക്കിടാൻ മറന്നു പോയാലും ദോശ ഉണ്ടാക്കണം ചെയ്ത് പെട്ടെന്ന് കുറച്ച് ചെറുപയർ, ഒരു 3 കപ്പ് ചെറുപയറും 1 ഗ്ലാസ് അരിയും കൂടെ കൂട്ടി നനച്ചിട്ടിട്ട് രാവിലെ പെട്ടെന്ന് ആട്ടിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചെറുപയർ ദോശ. ഇത് നല്ല ടേസ്റ്റുമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് വളരെയേറെ നല്ലതാണ്. ഈ ദോശ പോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിക്കും. എല്ലാം കൊണ്ടും നല്ല ഒരു സാധനമാണ് ഈ ചെറുപയർ ദോശ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.